എല്ലാവർക്കും നമസ്കാരം. വണ്ടിയുടെ ഒക്കെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു കൊച്ച് മെയിൻ്റനൻസ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അതായത് നമ്മുടെ വണ്ടിയുടെ ചെയിനിനെയും സ്പ്രോക്കറ്റിനെയും കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ വണ്ടി വാങ്ങിച്ചിട്ട് ഇപ്പോൾ 5 വർഷമായി. ഏകദേശം 26,000 കിലോമീറ്റർ നമ്മുടെ വണ്ടി ഓടി. അപ്പോൾ 26,000 കിലോമീറ്റർ ആയിട്ടും നമ്മൾ ഇതുവരെയും ചെയിനും സ്പ്രോക്കറ്റും ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഇത്ര 5 വർഷത്തിൽ 26,000 കിലോമീറ്റർ ചെയിനും സ്പ്രോക്കറ്റും ലൈഫ് കിട്ടിയെന്നുള്ളൊരു കൊച്ചു വീഡിയോ ആണ്. എങ്ങനെയാണ് ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് വന്നതെന്നുള്ളൊരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വണ്ടി വാങ്ങിച്ചിട്ട് ഇതുവരെ ആയിട്ടും ഞാൻ ചെയിൻ ലൂബ് എന്ന് പറയുന്ന സാധനം ഈ ചെയിനിലോ സ്പ്രോക്കറ്റിലോ അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു ചെയിൻ ലൂബിൻ്റെ ബോട്ടിലിന് 150 തൊട്ട് 250 രൂപ വരെ വില വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ടെക്നിക്ക് ഒരു വർഷം നിങ്ങൾക്ക് മാക്സിമം ഒരു 150 തൊട്ട് 200 രൂപ വരെയേ നമുക്ക് ചിലവ് വരത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു വണ്ടിയുടെ സർവീസ്. ഞാൻ യൂഷ്വലി കമ്പനിയിലാണ് സർവീസ് ചെയ്യാറ്. അപ്പോൾ കമ്പനിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു ചെയിൻ വീക്കൊന്നുമല്ല, സ്പ്രോക്കറ്റും വീക്കല്ല, ഒരു 5,000 തൊട്ട് 8,000 കിലോമീറ്റർ വരെ മിനിമം ഓടാനുള്ള ചെയിനും സ്പ്രോക്കറ്റും ഇപ്പോഴും വണ്ടിയിൽ സ്ട്രോങ് ആണ്. അതിനുശേഷം റീപ്ലേസ് ചെയ്താൽ മതി എന്നാണ് കമ്പനിയിൽ എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും ഒരു 35,000 കിലോമീറ്റർ നമ്മൾ മിനിമം എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടോട്ടൽ ഓടിയ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 26,000 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഈ ടെക്നിക്കിന് വേണ്ടി നമുക്ക് വേണ്ടത് കുറച്ച് ഗിയർ ഓയിലാണ്. അപ്പോൾ യൂഷ്വലി ഞാൻ ഗിയർ ഓയിൽ ലൂസായിട്ടാണ് വാങ്ങാറ്. ഈ ഓട്ടോയുടെ നമ്മുടെ 3 വീലർ ഓട്ടോയുടെയൊക്കെ സ്പെയർ വിൽക്കുന്ന കടയിൽ ചെന്നാൽ അവർ ലൂസായിട്ട് ഗിയർ ഓയിൽ നമുക്ക് തരും. അല്ലെങ്കിൽ നമുക്ക് ട്യൂബിലും ഗിയർ ഓയിൽ വരുന്നുണ്ട്. പക്ഷേ അതിൽ ഇത്ര കട്ടിയില്ല. ഈ ലൂസായിട്ട് വാങ്ങിക്കുന്ന ഗിയർ ഓയിലിന് ഭയങ്കര വിസ്കോസിറ്റിയാണ്. അതവിടെ പറ്റി പിടിച്ചിരുന്നോളും. 100 ml 40 രൂപ 30 രൂപ വരെ ചാർജ് ചെയ്യുന്നുള്ളൂ. എനിക്ക് 50 രൂപയുടെ 60 രൂപയുടെ ഓയിലുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം മൊത്തം യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പഴയ ടൂത്ത് ബ്രഷാണ് ഓയിൽ ചെയിനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഗ്രീസ്. ഇതിപ്പോൾ ഞാൻ 50 രൂപയുടെ ഒരു SKF എന്നൊരു കമ്പനിയുടെ ഗ്രീസാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ചെയിനൊന്ന് നല്ല വൃത്തിയായിട്ട് തുടച്ചു കൊടുക്കുക. യൂഷ്വലി ഞാൻ ഡീസൽ വെച്ചാണ് ക്ലീൻ ആക്കാറ്. ഇപ്പം എൻ്റെ തൽക്കാലം ഡീസൽ തീർന്നിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നെയാണ് ഒന്ന് ലൂബ് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ നാളെ അപ്പോൾ വണ്ടി ഒന്ന് കഴുകിയപ്പോൾ നാളെ ഒരു ലോങ് ഓട്ടം ഉണ്ട്. അപ്പോൾ നമ്മൾക്കൊന്നും കൂടെ ലൂബ് ചെയ്തിട്ട് നമുക്ക് വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഗ്രീസ് ബ്രഷിൽ നമ്മൾ പുരട്ടി അതിന് ശേഷം ഒരു ക്യാപ്പ് ഓയിൽ എടുക്കുക. എന്നിട്ട് ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പയ്യെ ചെയിനിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കൈ കൊണ്ട് നിങ്ങൾ വീല് പയ്യെ തിരിച്ചു കൊടുക്കുക. അതേപോലെ നിങ്ങൾ ചെയിനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മൊബൈൽ പിടിച്ചുകൊണ്ടാണ് എനിക്ക് ഇതിപ്പോൾ കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് വീല് പയ്യെ തിരിച്ചു കൊടുക്കുക, മറു കൈ കൊണ്ട് ചെയിനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. യാതൊരു കാരണവശാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യാതിരിക്കുക. ഒരുപാട് അപകടങ്ങൾ ഇപ്പം അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെന്തായാലും അങ്ങനെ ചെയ്യാതിരിക്കുക. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വീല് കറക്കി കൊടുക്കുക. അതേ സമയത്ത് ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെയിനിൻ്റെ ബാക്ക് വശത്തും ഫ്രണ്ട് വശത്തും പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ സ്പ്രോക്കറ്റിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ പല കൂട്ടുകാർക്കും അല്ലെങ്കിൽ എൻ്റെ പല കൊലീഗ്സിനും 8,000 കിലോമീറ്ററിലെ ചെയിനും സ്പ്രോക്കറ്റ് മാറിയവരുണ്ട്, 15,000 കിലോമീറ്ററിൽ മാറിയവരുണ്ട്, 20,000 കിലോമീറ്ററിൽ മാറിയവരുണ്ട്. അതേപോലെ തന്നെ 40,000 കിലോമീറ്റർ ലൈഫ് കിട്ടിയവരെ എനിക്കറിയാം, ക്ലാസിക് 350-ക്കൊക്കെ. അപ്പോൾ അവരൊക്കെ യൂസ് ചെയ്ത ഒരു ടെക്നിക്കായിരുന്നു ഇത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഗൈഡൻസ് കൊണ്ടാണ് ഞാൻ ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇതിന് നമുക്ക് വലിയ ചിലവൊന്നും വരുന്നില്ല. ഒരു വർഷം നമുക്ക് 100-150 രൂപയുടെ ചിലവ് വരുന്നുള്ളൂ. 50 രൂപയുടെ ഒരു ഗ്രീസ്, പിന്നെ 50 രൂപയ്ക്ക് ഓയിൽ, പിന്നെ ഒരു പഴയ ടൂത്ത് ബ്രഷ്, കുറച്ച് ഡീസലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 25,000-30,000 കിലോമീറ്റർ വരെ നമ്മുടെ ചെയിന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഇതാണ് നമ്മുടെ ലൂബ് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്. സാധാരണ കേസിൽ ഇപ്പോൾ നമ്മൾ ലൂബ് യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമുക്കൊരു 300 തൊട്ട് 400 കിലോമീറ്റർ വരെയാണ് ലൂബ് കിട്ടത്തുള്ളൂ. അത് മഴയൊന്നും പെയ്തില്ലെങ്കിൽ മാത്രം. കാരണം ലൂബ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. പക്ഷേ ഗിയർ ഓയിലും ഗ്രീസും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മിനിമം ഒരു 500 തൊട്ട് 600 കിലോമീറ്റർ വരെ നമുക്ക് വേനൽക്കാലത്തൊക്കെ കിട്ടും. മഴക്കാലമാണെങ്കിൽ കുറച്ച് വേരിയും. പിന്നെ ഒരുപാട് അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം മണ്ണ് പറ്റി പിടിച്ച് ഇരിക്കാനുള്ളൊരു സാധ്യതയും ഓയിലുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.